മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ BJP നേതാവ് വർക്കല ശിവഗിരി ആശ്രമത്തിലേക്ക് വന്ന് വന്നതിനെക്കുറിച്ച് അറിയിച്ചതും അറിയിക്കാത്തതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ അരവരിയും ഒരു വരിയുമായിട്ട് വന്നു. അദ്ദേഹം അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അത്രേ 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിച്ചപ്പോൾ ഒരു തരത്തിൽ ഒരു ദുഃഖവും വേദനയുമാണ് തോന്നിയത്. ശിവഗിരി ആശ്രമം, നാരായണ ഗുരുദേവൻ, സന്യാസിമാര് ഇവർക്കെല്ലാം ഒരു 1000 കോടി രൂപ വാഗ്ദാനം ചെയ്ത് നാരായണ ഗുരുദേവന്റെ മ്യൂസിയവും ഇന്റർനാഷണൽ സ്കൂളും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. എന്നാലും ഈ BJDSന്റെ ആൾക്കാരും BJPയുടെ ആൾക്കാരും എല്ലാവരും കൂടി ചെല്ലുമ്പോൾ ഒരു വശം മുഴുവനും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാരും, മറുവശത്ത് ശിവഗിരിയും SNDPയും സന്യാസിമാരും, ഏത് വ്യക്തിക്കും അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യവും മാർഗവും ഒരു നന്മ നിറഞ്ഞതായിട്ട് തോന്നാൻ സാധിക്കുമോ എന്നെനിക്കൊരു സംശയം. അത് മുഴുവനും പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ ചെയ്തത് എന്നൊരു വേദന. ഇത് മറിച്ച് ചെയ്യാമായിരുന്നു, ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു. വന്ന് അവിടെ കണ്ട് ഇങ്ങനെ നാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി, നാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു മ്യൂസിയം, നാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ, ഇങ്ങനെ ഏത് കാര്യങ്ങളും ചേർത്ത് ഇവിടെ ഒരു വലിയ അന്തർദേശീയ നാരായണ ഗുരുദേവ സെന്റർ ഉണ്ടാക്കാൻ എത്രയാണോ നിങ്ങൾക്ക് പൈസ ആവശ്യമുള്ളത് അതിൻ്റെ പ്രോജക്റ്റും പ്രോഗ്രാമും കൃത്യമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അത് പൂർണ്ണമായിട്ടും സഹകരിക്കുമെന്ന്, അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാമായിരുന്നു. ഇതിനു മുമ്പ് പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പോ മറ്റോ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിൽ വേണമെങ്കിൽ ഗുജറാത്തിൽ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി തുടങ്ങാനായിട്ട് സ്ഥലം തരാം, സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വർക്കല ശിവഗിരി ആശ്രമവും ക്ഷേത്രവും എല്ലാം വിപുലീകരിക്കാനുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തോളൂ, അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തരാം എന്ന് പറയുന്നതിന് പകരം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരും അവിടെ ചെന്ന് ഒരു പ്രത്യേക വിധത്തിൽ 1000 കോടി രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ധാർമ്മികതയ്ക്ക് എവിടെയോ ക്ഷതം സംഭവിച്ചോ എന്നെനിക്കൊരു തോന്നല്. അത് ഒരു വ്യക്തി അവനവന്റെ കാര്യം നേടാനായിട്ട് വേറൊരു വ്യക്തിക്ക്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കുന്നതിൻ്റെ ഒരു എക്സ്ട്രാപൊളേഷൻ ആയോ എന്നൊരു വേദന. ഏതായാലും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം എൻ്റെ വാക്കുകൾക്കെതിരെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് പറയാതെ ഞാൻ വിട്ടാൽ ഞാൻ പാർഷ്യലായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് എൻ്റെ മനസ്സ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കാനാണ് എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയ ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആ ഒരു പ്രോജക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിനെല്ലാ സഹായവും കൊടുക്കാമായിരുന്നു. ഇപ്പോൾ പുലയ മഹാസഭയുടെ അയ്യങ്കാളി പ്രോജക്റ്റിന് 50 കോടി രൂപ കൊടുത്തു. അതിന് അയ്യങ്കാളിയുടെ എല്ലാ കാര്യങ്ങളും അവർ കുറെ നിർദ്ദേശിച്ചതനുസരിച്ച് കൂടി ചേർത്തിട്ടാണ് കൊടുത്തത്. അതേപോലെ ഇവരിൽ നിന്ന് നിർദ്ദേശം വന്നിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. ഓഫ് ഹാൻഡ് ചെക്ക് കൊടുക്കുന്നത് പോലെയുള്ളത് കാണിക്കാതെ ചെയ്യാമായിരുന്നു. ഇതെൻ്റെ അഭിപ്രായം. പ്രണാമം, നമസ്കാരം.